ഹലോ സുഹൃത്തുക്കളെ, ഞാൻ സാജു. നമ്മളിന്ന് കച്ചിത്തോട് ഡാമിലേക്ക് വന്നിട്ടില്ല കേട്ടോ. തൃശ്ശൂരുള്ള പാണ്ടിപ്പറമ്പ് ചിറക്കേക്കോട് വഴി പാണ്ടിപ്പറമ്പ് വരുമ്പോൾ അവിടെ നിന്ന് കട്ടിലപ്പൂവം പോകുന്ന വഴിയാണ്. അവിടെ നിന്ന് കട്ടിലപ്പൂവം പോകുന്ന വഴി ഒരു ചെറിയ ടേണിംഗ് ഉണ്ട്. ഇത് വാട്ടർ ATM കേട്ടോ. അവിടെ വാട്ടർ ATM നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കുപ്പി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളം ശുദ്ധീകരിച്ച വെള്ളം ലഭിക്കുന്നതായിരിക്കും. ഇത് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ഒരു ജലശുദ്ധീകരണവും ഇങ്ങനെ ഒരു സ്ഥലം, ഒരു ചെറിയൊരു ചെക്ക് ഡാമാണിത്. ഇത് കണ്ട ചെക്ക് ഡാമാണ്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഇവിടെ വെള്ളമില്ലാത്ത. ഇത് ഒന്ന് നവീകരിച്ച്, ഞാൻ ഇതിന് മുമ്പ് ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഈ ഡാം പണി നടക്കുന്ന സമയത്ത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു റിസോർട്ട് ഒരാൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു 5-8 മാസം മുമ്പാണ്. അപ്പോൾ ഇതാണ് എൻട്രി. ഇത് ശരിക്കും ഇങ്ങനെ ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് ഒരു ലേക്ക് പോലെ ഇങ്ങനെ വെള്ളം, ഇനിയിപ്പോൾ മഴ പെയ്ത് ഇത് നിറഞ്ഞിട്ട് വേണം അത് പുറത്തേക്ക് ഒഴുകാനായിട്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ മലയിൽ നിന്ന് ചെറിയ വരുന്ന അരുവികൾ ഇതിൽ വന്ന് ചേരുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇത് നിറയുന്നത്. ശരിക്കും ഇതിനെ റൗണ്ട് ചെയ്തിട്ടിപ്പോൾ ഗവൺമെൻറ് പുതിയ ഒരു ഇക്കോ ടൂറിസം പോലെ ചെയ്തേക്കാണ്. ഇപ്പോൾ ഇവിടേക്ക് വരാൻ പൈസയൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് എൻട്രി ഫീസൊന്നും ഇതുവരെ ഈടാക്കുന്നില്ല. ഈ കാണുന്ന ലേക്ക് നമുക്ക് ചുറ്റി നടന്നിട്ട് തന്നെ, വേറെ വണ്ടിയൊന്നും ഇതിൻ്റെ ഉള്ളിൽ കിടത്താൻ പറ്റില്ല, ചുറ്റി കറങ്ങി വരാം. ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ഇറങ്ങി വരുമ്പോൾ 2.5 കിലോമീറ്ററോളം. ഈ വഴിയും കൂടെ നടന്നു കഴിഞ്ഞാൽ നേരെ അങ്ങനെ പോയി റൈറ്റ് തിരിഞ്ഞ് അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയ സ്റ്റോളുകളും ഐസ്ക്രീം അങ്ങനെയുള്ള ഇതും ഒക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഇത് അറിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുള്ളൂ. എന്നാലും കുഴപ്പമില്ല. ഒരു സായാഹ്നം കുടുംബത്തോടൊപ്പം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചൂടുകാലത്തായാലും ഇവിടെ ഒരു മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടൊരു തണലും വല്ലാതെ അങ്ങോട്ട് ചൂട് അനുഭവപ്പെടുന്നില്ല. ഇങ്ങനെ റൗണ്ട് ചെയ്ത് നടന്ന് നമുക്ക് അവിടെ എത്താൻ, ഫോട്ടോ എടുക്കാം. ഇപ്പോൾ കുറേ ആൾക്കാർ വരുന്നുണ്ട്. നമ്മുടെ വേനലവധിയാണല്ലോ, സ്കൂൾ പൂട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 5:30 സമയത്താണ് പോയത്. അപ്പോൾ അവിടെ ആൾക്കാർ, സൺഡേ ആയിരുന്നു, കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ഏകദേശം നമ്മൾ ഈ ലേക്ക് പോലെയുള്ള എൻ്റെ പിറകു വശത്തെത്തി. അവിടെ അങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ഒരു സൈഡിലൊക്കെ വീടുകളാണ്. വീടുകളുടെ ബാക്ക് സൈഡും ഫ്രണ്ടും ഒക്കെ വരുന്നുണ്ട് ചില സൈഡിലൊക്കെ. എന്തായാലും ഈ പേവിങ് ബ്ലോക്ക് ഇട്ടിട്ട് ഈ ഇൻ്റർലോക്ക് കട്ട വിരിച്ച് നമുക്ക് നടക്കാനുള്ളൊരു സൗകര്യം. ഇവിടെയുള്ളവർക്കൊക്കെ മോർണിംഗ് വാക്കൊക്കെ നടക്കാൻ നല്ല ഇതായിരിക്കും കേട്ടോ. ഈ ഭാഗത്ത് അടുത്തുള്ളവരൊക്കെ വന്നിട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കാൻ നല്ല സ്ഥലമാണ്. ഇതങ്ങനെ എൻട്രി ഇതോടെ കയറി ഇട്ട് വേണം ശരിക്കും നമ്മൾ ഇത് സ്റ്റാർട്ടിങ്. അതാ ചെക്ക് ഡാമിൻ്റെ മോൾ ഭാഗമാണ്, ചെറിയ ബ്രിഡ്ജ് പോലുള്ളത്. അതിൻ്റെ ഇടയിൽ വേറെ ഇതിലേക്ക് ഒഴുകി വരുന്ന ഇതുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ അവിടെയും ചെറിയ ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും വെള്ളം ഒന്നുകൂടിയും ഉണ്ടെങ്കിൽ, മഴക്കാലമാണെങ്കിൽ നല്ല രസമായിരിക്കും. ഒന്നുകൂടി പച്ചപ്പും ഒക്കെ അടിപൊളിയായിരിക്കും. ഇതിപ്പോൾ കുറച്ച് വെള്ളം വറ്റിയ ഒരു അവസ്ഥയാണല്ലോ. ഇപ്പോൾ ഏപ്രിലാണ്. ഞാൻ ഫാമിലിയായിട്ട് വന്നിട്ടുള്ള. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു സായാഹ്നം ഇറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ തിരിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ റൗണ്ട് ചെയ്ത് തിരിഞ്ഞ് ഇനി നേരെ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ
സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തെത്തും. ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരുന്നവരുണ്ട് കേട്ടോ. അത് ഏത് വഴിക്ക് വേണമെങ്കിൽ നമുക്ക് വരാം. നമ്മൾ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവർ അവിടെ നിന്ന് ഈ സൈഡിൽ കൂടെ വരുന്ന ആൾക്കാരാണ്. അതിൽ ഹാൻഡ് റെയിലൊക്കെ ഫുള്ള് ഹാൻഡ് റെയിൽ ചെയ്തിട്ടുണ്ട്. സേഫ്റ്റി ആയിട്ട് നല്ല കാര്യമാണ്. നല്ല കോസ്റ്റ് വന്നിട്ടുണ്ടാവും. എന്നിരുന്നാലും അതൊക്കെ നന്നായിട്ടുണ്ട്. ഓക്കെ, അടുത്ത വീഡിയോ